ഓക്കെ, നമ്മൾ പ്ലസ് വണ്ണിലെ നമ്മളെ ഹീറ്റിൻ്റെ ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അതല്ലാതെ കൈനറ്റിക് തിയറിയും പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്. പക്ഷേ അതിൽ വരുന്ന ഒരു രണ്ടാമത്തെ ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൽ എനിക്ക് ഒറ്റൊരു NCERT എക്സാമ്പിൾ പോലും കാണാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചറിയതാ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് തിയറി മാത്രമേ കാണുന്നുള്ളൂ. കുറേ തിയറി പിന്നെ എന്തെല്ലാം ഇവിടെ റിഫ്രിജറേറ്റർ എഞ്ചിൻ ഇതൊക്കെ ആക്ച്വലി ഡിലീറ്റഡ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. റിഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്സ്, പിന്നെന്തല്ല നമ്മളെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, റിവേഴ്സിബിൾ ഇൻ ഇറിവേഴ്സിബിൾ, കാർനോട്ട് സൈക്കിള്, എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. ഇത് കഴിഞ്ഞ് പാഠം തീർന്ന് ഒരൊറ്റ NCERT എക്സാമ്പിൾ പോലും ഇല്ല. നമുക്ക് ഏതായാലും എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഇത് 6 ക്വസ്റ്റ്യൻസിൽ 1, 2, 3, 4, 5, 6 ഈ 6 ക്വസ്റ്റ്യൻസിൽ എക്സാമിന് വരുന്ന സാധ്യതയിൽ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഏതായാലും 6 ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 1. ഗീസർ ഹീറ്റ്സ്. ഗീസർ എന്ന് പറയുന്നത് നമ്മളെ ഹീറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്. ഹീറ്റ്സ് വാട്ടർ ഫ്ലോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 3.0 ലിറ്റർ പെർ മിനിറ്റ്. 3 ലിറ്റർ 3 ലിറ്റർ ഒരു മിനിറ്റിൽ ഫ്രം 27 ഡിഗ്രി സെൽഷ്യസ് ടു 77. അപ്പോൾ വെള്ളത്തിനെ ചൂടാക്കുന്നുണ്ട്. ഇഫ് ദ ഗീസർ ഓപ്പറേറ്റ്സ് ഓൺ എ ഗ്യാസ് ബർണർ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് കൺസപ്ഷൻ ഓഫ് ഫ്യൂൽ ഇഫ് ഇറ്റ്സ് ഹീറ്റ് ഓഫ് കൺസപ്ഷൻ ഇസ് 4 × 10⁴ ജൂൾ പെർ ഗ്രാം. അപ്പോൾ നമുക്ക് ഇതേതായാലും കണ്ടുപിടിക്കുക. റേറ്റ് ഓഫ് കൺസപ്ഷൻ ഓഫ് ഫ്യൂൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ 3 ലിറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ 3 × 10⁻³ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലൈക്ക് നമ്മൾ 1 ലിറ്റർ = 1000 മില്ലി ലിറ്റർ എന്നല്ല പറയുക. അപ്പോൾ ആ കൺവേർഷന് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാസ് ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, നമുക്ക് മാസ് കിട്ടിയില്ല. ഇത് ആക്ച്വലി എന്താണ്, വോളിയമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വോളിയം. പിന്നെ ഡെൻസിറ്റി നമുക്ക് ഡെൻസിറ്റി റോ = മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് റോ ഇൻറ്റു എന്താണ് വോളിയം. അപ്പോൾ എന്താ ഇത് പറയുന്നത് 3 × 10⁻³ വോളിയം ഇൻറ്റു 10³ എന്ന് പറയുന്നത് എന്താണ്, ഡെൻസിറ്റി. മാസ് = വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് കട്ടായിട്ട് 3 കിലോഗ്രാം പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്ക് മാസ് എത്ര കിട്ടി, 3 കിലോഗ്രാം പെർ മിനിറ്റ് എന്ന് കിട്ടി. അതേപോലെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ തീറ്റ, അതായത് 77 ഡിഗ്രി - 27 ഡിഗ്രി. അപ്പോൾ 50 ഡിഗ്രി ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 50 ഡിഗ്രി കൂടിയിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ് 4.2 × 10³ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഹീറ്റ് എനർജി ടേക്കൺ ബൈ വാട്ടർ Q = MS ഡെൽറ്റ തീറ്റ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷന്. MS ഡെൽറ്റ തീറ്റേൻ്റെ ഇക്വേഷൻ വരുന്ന സമയത്ത് M എന്ന് പറയുമ്പോൾ മാസ് 3 ഇൻറ്റു S എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് 4.2 × 10³ ഇൻറ്റു ഡെൽറ്റ തീറ്റ 50. ഇവിടെ യൂണിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 64 × 10⁴ ജൂൾ പെർ മിനിറ്റ്. കാരണം ഹീറ്റ് ആണല്ലോ, അപ്പോൾ ഹീറ്റിൻ്റെ എല്ലാം ജൂളിലാണ് അതിൻ്റെ യൂണിറ്റ് വരിക. ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താ, 4 × 10⁴. ഇത് ഓൾറെഡി ഗീവണാണ്. ജൂൾ പെർ കിലോഗ്രാം. അതിനെ കിലോഗ്രാമിലെ ഗ്രാം കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ഒരു 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലൈക്ക് നമ്മൾ ഈ പറയുന്ന 1 ഗ്രാമിന് നമ്മൾ ഒരു ഇതിലേക്ക് കിലോഗ്രാമിലേക്ക് എങ്ങനെ മാറ്റുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും, 1000 ഗ്രാമോ അത് = 1 കിലോഗ്രാമോ. അപ്പോൾ എന്താ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10⁴ ഇൻറ്റു 10³ എന്ന് പറയുന്നത് ഈ പവേഴ്സ് സെയിം ആണ്. അപ്പോൾ എന്താ ബേസ് സെയിം ആയിട്ട് പവർ ആഡ് ചെയ്യുക. 4 + 3 7. അപ്പോൾ 4 × 10⁷. ലെറ്റ് M കിലോഗ്രാം ഒരു മിനിറ്റ് ലെറ്റ് M കിലോഗ്രാം ഓഫ് ഫ്യൂൽ ഇസ് യൂട്ടിലൈസ് പെർ മിനിറ്റ്. നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുക. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് = M × 4 × എന്താണ് 10⁷. അങ്ങനെ ആയിരിക്കും ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1. ബട്ട് ഹീറ്റ് എനർജി ടേക്കൺ ബൈ വാട്ടർ = ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്യൂവൽ. നമ്മളെ വെള്ളം അബ്സോർവ് ചെയ്യുന്ന ഹീറ്റ് എനർജി, അതാണ് അങ്ങനെയാണല്ലോ വെള്ളം ചൂടാവുന്നത്. അത് എന്തിന് ഈക്വലാണ്, നമ്മളെ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഈ കിട്ടിയ ആൻസറും പിന്നെ ഇവിടെ ഈ കിട്ടിയ ഒരു ആൻസർ ഉണ്ടല്ലോ, ഇത് രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 63 × 10⁴ = M × 4 × 10⁷. അപ്പോൾ എന്താ ഈ M നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിനു കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് കൺസപ്ഷൻ, എത്രത്തോളം എടുക്കുന്നുണ്ടെന്നല്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണോ, എത്ര മാസം അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ M = ഇത് ഈ പറയുന്ന ക്വാണ്ടിറ്റീനെ താഴെ പാതാളത്തേക്ക് പറഞ്ഞേക്കുക. 63 × 10⁴ ഡിവൈഡ് ബൈ 4 × 10⁷. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് 15.75 × 10⁻³ കിലോഗ്രാം. അതിനെ കിലോഗ്രാമിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ ഒരു 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഗ്രാമിലേക്ക് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ ഈ 10⁻³ 10�3 ക്യാൻസൽ. അപ്പോൾ 15.75 ഗ്രാം പെർ മിനിറ്റ് ആയിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ വരിക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 സ്റ്റാർ ഞാൻ ഈ ക്വസ്റ്റ്യന് വേണ്ടി ഇട്ട് കൊടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്
വാട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ് മസ്റ്റ് ബി സപ്ലൈഡ് ടു 2 × 10⁻² കിലോഗ്രാം ഓഫ് നൈട്രജൻ at room temperature to raise its temperature by 45 degrees Celsius at constant pressure. Molecular mass of nitrogen എന്ന് പറയുന്നത് 28, R is equal to 8.3 കിലോ ജൂൾ പെർ നമ്മൾ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താ ഗിവൺ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 × 10⁻². ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 45 ഡിഗ്രി അല്ലേ? അപ്പോൾ എന്താ 0 to 45 ആണ്. അപ്പോൾ എന്താ 45 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ 28 ഗ്രാം ആണ്, അല്ലെങ്കിൽ 28 × 10⁻³ കിലോഗ്രാം. നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ അറിയാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. കെമിസ്ട്രി +1 കെമിസ്ട്രി അല്ലെങ്കിൽ SLC കെമിസ്ട്രി. 2 × 10⁻² ഡിവൈഡ് ബൈ 28 × 10⁻³. ഇത് ഇവിടുന്ന് കട്ട് ചെയ്യുന്നത് 10⁻⁻1 ഇത് 1/40 എന്ന് വരും. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 5/7 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇത് എന്താ പറയുക, വേണ്ടിക്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ല, ഫ്രാക്ഷനിലെ ഡെസിമലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ തന്നെ ഇരിക്കട്ടെ. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ CP. അതെന്താണ്? നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് കാണിക്കുക? CP വെച്ചിട്ട്. അപ്പോൾ അത് 7/2 R ആണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് Q is equal to NCP ΔT. അപ്പോൾ ഈ CP ഇവിടെ എന്തിനാ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എന്താണ്? അല്ല, ഈ സാധനം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ N എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോൾസ് 5/7 ഇൻറ്റു നമുക്ക് അറിയാം CP എന്ന് പറയുന്നത് 7/2 R ആണ്. 7/2 Rൻ്റെ വാല്യൂ എന്താ? 8.3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 7ഉം ഇവിടുത്തെ ഒരു 7ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഈ 5ൻ്റെ പകുതി എന്ന് പറയുന്നത് 2.5. അപ്പോൾ 2.5 ഇൻറ്റു 8.3 ഇൻറ്റു നമ്മൾ ΔT എത്ര? ΔT മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ 45 ഡിഗ്രി. ഇത് ചെയ്യുന്ന സമയത്ത് ജൂൾസിൽ നമുക്ക് ആൻസർ കിട്ടും 933.75, ഓൾമോസ്റ്റ് 934 ജൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതായിരിക്കും എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കുറച്ച് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്താണ് വളരെയധികം വിഷമിപ്പിച്ച് കളയുന്ന +1 വളരെ എന്താണ് ഫിസിക്സിൻ്റെ തന്നെ സൗന്ദര്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ABCD. ഇതെല്ലാം കണ്ട എയർ പ്രഷറിൻ്റെ കാർ ടയർ ഇൻക്രീസസ് ഡ്യൂറിങ് ഡ്രൈവിംഗ്. ഇതിനെല്ലാം ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ മാർക്ക് കിട്ടുമല്ലോ എക്സാമിന്. അതുകൊണ്ട് ഇതെല്ലാം മര്യാദ പഠിക്കുക എന്നുള്ളതാണ്. 2 ബോഡീസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ T1 and T2. രണ്ടിന് തെർമൽ കോണ്ടാക്റ്റ്. T1 ടെമ്പറേച്ചറിൽ ഇല്ലൊരു ബോഡി, T2 ടെമ്പറേച്ചറിൽ ഇല്ലൊരു ബോഡി. ഇത് രണ്ടിനും ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച്. അപ്പോൾ എന്താ ഡോട്ട് നെസസറിയില്ല. അപ്പോൾ അവർ എല്ലാ സമയത്തും സെറ്റിൽ ടു എ മീൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് രണ്ടിൻ്റെ ടെമ്പറേച്ചർ എന്താവില്ല? T1 + T2, അതായത് രണ്ടിൻ്റെ ആവറേജ് /2. ഇങ്ങനത്തെ ഒരു T' എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട്? അങ്ങനെ വരുന്ന കേസുകളുണ്ട്, പക്ഷേ അങ്ങനെ വരാത്ത കേസുകളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? വെൻ 2 ബോഡീസ് ഓഫ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് T1 and T2 ആർ ബ്രോട്ട് ഇൻ തെർമൽ കോണ്ടാക്ട്, ഹീറ്റ് ഫ്ലോസ് ഫ്രം. ഇപ്പോൾ ഈ ബോഡിക്ക് ഹീറ്റ് കൂടുതൽ, ഇയാൾക്കൊരു 500 കെൽവിനോ ഇയാൾക്കൊരു 450 ഇല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഹയർന്ന് ലോവറിലേക്കല്ലേ നമ്മൾ പോവുക. അപ്പോൾ ഹൈ പ്രഷർ ലോ പ്രഷർ, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ നടക്കും മറ്റേ ടെമ്പറേച്ചറിൻ്റെത്. ദ ലോവർ ബോഡി ടിൽ ടെമ്പറേച്ചേഴ്സ് ബിക്കം ഈക്വൽ. അപ്പോൾ ഇതൊരു എന്താണ്? ഇതൊരു 450 ആയിരിക്കും, ഒരു 50 വേണം. നമുക്കിതൊരു കാര്യം ചെയ്യും, ഇതൊരു 400 എടുക്കുക. അപ്പോൾ ഇതൊന്നൊരു 100 എണ്ണം ഇങ്ങോട്ടേക്ക് പോയി, ഇതൊരു 400 ആവും. പിന്നെ 100 എണ്ണം പോകില്ല. ഇതൊരു എന്താണ്? ഒരു കാൽക്കുലേഷൻ വേണ്ടിയിട്ട് ഒരു 450. ഇതൊന്നൊരു 50 ഇങ്ങോട്ടേക്ക് പോകും, ഇതിലേക്ക് ഒരു 50 കിട്ടും. അപ്പോൾ എന്താവും? ഇതും 450 ആവും. അപ്പോൾ എന്താ? ഇതിപ്പോൾ രണ്ടും ഈക്വലായി. അപ്പോൾ 50 എടുത്തപ്പോൾ എന്തായി? ഇതിങ്ങനെ ഈ 450 വന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ 500 + 400 ഡിവൈഡ് ബൈ 2, ഇതിപ്പോൾ 900/2 അതിൻ്റെ ആവറേജ്. അപ്പോൾ എത്ര? 450. അപ്പോൾ 450 ആയിരിക്കും എന്ന് പറയേണ്ടത്. രണ്ടിലും കിട്ടുക ഈക്വലായിട്ട് വരുമ്പോൾ. ടിൽ ടെമ്പറേച്ചർ ബിക്കംസ് ഈക്വൽ. ഫൈനൽ ടെമ്പറേച്ചർ ദ ബോഡീസ് ക്യാൻ ബി മീൻ ടെമ്പറേച്ചർ. അത് ക്യാൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ആവാം. അതിൻ്റെ കണ്ടീഷൻ എന്നാൽ ഓൺലി വെൻ ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് 2 ബോഡീസ് ആർ ഈക്വൽ. രണ്ടിൻ്റെ ഹീറ്റ് കപ്പാസിറ്റീസ് എന്തായിരിക്കണം? സെയിം ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ T1 + T2 നമ്മളിവിടെ കണ്ടില്ല. 500 + 400 ഡിവൈഡ് ബൈ 2 = 450. ഈ കണ്ടീഷൻ വരണിക്കൽ ഹീറ്റ് കപ്പാസിറ്റീസ് രണ്ടിനും ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് സംഭവം നടക്കില്ല. ഈ ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല. അടുത്ത ക്വസ്റ്റ്യന്, ദ കൂളൻ്റ് ഇൻ എ കെമിക്കൽ. നമ്മളൊരു ന്യൂക്ലിയർ പ്ലാനറ്റിൽ എന്തുണ്ട്? നമ്മൾ കെമിക്കൽസിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഒരു കൂളൻ്റ് എന്തിനാ? ആ പറയുന്ന ഹീറ്റിനെ അബ്സോർവ് ചെയ്യാനും ആ പറയുന്ന എന്താണ് ഒരു കോൾഡ് ടെമ്പറേച്ചറല്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന AC നമ്മൾ ഈ കാറിൻ്റെ AC ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, നമ്മളെ ഈ പറയുന്ന കാറിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ കൂളൻ്റ് ഉണ്ട്. ആ കൂളൻ്റ് നമ്മളെ കോൾഡ് എയർ തരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന നമുക്ക് എന്ത് കിട്ടുന്നത്? ആ പറയുന്ന ACൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിക്വിഡ് യൂസ് ടു പ്രിവെൻറ്റ്, അതായത് കൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിക്വിഡ് യൂസ് ടു പ്രിവെൻറ്റ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ഫ്രം ഗെറ്റിംഗ് ടു ഹോട്ട്.
കാരണം ഇത് ടു ഹോട്ട് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്നത്, കെമിക്കൽസിന് ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഇട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ എന്താവും അവിടെ ചിലപ്പോൾ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഷുഡ് ഹാവ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കണം. എന്തുകൊണ്ട്? ദ കൂളൻറ്റിനെ കെമിക്കൽ ഓർ ന്യൂക്ലിയർ പ്ലാന്റ് ഇസ് യൂട്ടിലൈസ്ഡ് ടു അബ്സോർവ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്ലാന്റ്. അപ്പോൾ ഈ പറയുന്ന നമ്മളെ കെമിക്കൽ പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ എന്ത് ചെയ്യണം, ഇയാളെ എന്താണ് ബോഡിയിലേക്ക് എന്ത് ചെയ്യണം, വലിച്ചെടുക്കണം. ടു പ്രിവെൻറ്റ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ഫ്രം ഗെറ്റിംഗ് ടു ഹോട്ട്. ഓക്കെ, സമ്മതിച്ച്. ഹീറ്റ് എനർജി അബ്സോർബ് ബൈ ദ കൂളൻ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ പറയുന്ന ഹീറ്റ് എനർജികൾക്ക് കിട്ടുന്ന ഹീറ്റ് അതിൻ്റെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ എന്താണ് ഈ നമ്മളെ ഹീറ്റ് എനർജി ഈ പറയുന്ന സ്പെസിഫിക് ഹീറ്റ് കൂടുന്തോറും അപ്പോൾ എന്താ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഹീറ്റ് എനർജിയും കൂടി വരും. ലൈക്ക് അത് ഡയറക്റ്റ് റിലേഷനാണ്. ഇയാൾ കൂടുമ്പോൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഹീറ്റിനെ വലിച്ചെടുക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു മുട്ട ഫ്രൈ ചെയ്യുന്നൊരു മുട്ട ഫ്രൈ ചെയ്യുന്ന നമ്മളെ വീട്ടിലെ പാൻ ഉണ്ടാവുമല്ലോ, നമ്മളെ ടെഫ്ലോണിൻ്റെ. അപ്പോൾ അതിൽ മുട്ട ഫ്രൈ ചെയ്തിട്ട് എന്നിട്ട് നമ്മളൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൈ ഒന്ന് ഞാനിപ്പോൾ ഇടുന്നിങ്ങനെ പോലെ നമ്മളെ കയ്യിലിങ്ങനെ, അപ്പോൾ എന്ത് സംഭവിക്കും, കൈ പൊള്ളിപ്പോവും. ഇതെന്താ സംഭവിക്കുക, നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈ പറയുന്നത് ഇതിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അടുപ്പിൽ നിന്ന് ഇങ്ങനെ തീ കത്തുന്നുണ്ട്. അപ്പോൾ ഇയാളത് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന് യൂണിറ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ തൽക്കാലത്തേക്ക് ഒരു 100 ജൂളാണെന്നായിരിക്കും. നമ്മളെ സ്കിന്നിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 10 ജൂൾ. നമ്മൾ ഈ സൂര്യകിരൺ സീസി ഇങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ വെക്കുവാണ്. എൻ്റെ വിരലിലെ ഹീറ്റ് കപ്പാസിറ്റി 10 ജൂളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കര 100, എനിക്ക് 10 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കൈ എന്തായാലും ബേണായിപ്പോൾ പൊള്ളിപ്പോവും. എൻ്റെത് 100 ഇയാളത് 100 പ്രശ്നമില്ല. അപ്പോൾ ഞാനിതിന് ഇത്രയും ചൂടുള്ള സാധനത്തിൽ എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ രണ്ടുപേരും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചെയ്യും. അപ്പോൾ ഇയാൾ എത്രത്തോളം ഹീറ്റ് ഇവിടെ അബ്സോർവ് ചെയ്യുന്നുണ്ട് അത്രയും ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന കപ്പാസിറ്റി ആയിരിക്കുന്നുണ്ട് എൻ്റെ ഈ പറയുന്ന സ്കിന്നിൻ്റെ ഈ വിരലിലെ ഈ സ്കിന്നിനുണ്ട്. അതുതന്നെ ഇവിടുത്തെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കണം, കൂടുതൽ ഹീറ്റിനെ വലിച്ചെടുക്കണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഹീറ്റിനെ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് നന്നായിട്ടാണ്. നമുക്ക് നല്ല കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റിനെ അബ്സോർവ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അത്ര ഇപ്പോൾ കുറച്ച് ഹീറ്റ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ കുറച്ച് ഹീറ്റിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അബ്സോർവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കെമിക്കൽസിലൊക്കെ 500ഉം 600 വരെയെല്ലാം വലിയ ടെമ്പറേച്ചേഴ്സിലേ പോകും. അപ്പോൾ അതിന് കണക്കായിട്ട് നല്ലോണം കപ്പാസിറ്റി വേണം. അത്രയും ടെമ്പറേച്ചേഴ്സിലും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ സാധനത്തിന് വേണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ കൂളൻ്റ് ഷുഡ് ഹാവ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ആ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യന്, എയർ പ്രഷറിനെ കാർ ടയർ ഇൻക്രീസസ് ഡ്യൂറിങ് ഡ്രൈവിംഗ്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ കാറിൻ്റെ ടയറിൻ്റെ പ്രഷർ കൂടുമെന്ന് പറയുന്നത്. എത്ര ആൾക്കാർ കാറ് ഇപ്പോൾ ഓടിക്കുന്നില്ല പ്രായത്തിലാണോന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിൽ ഇത് ആക്ച്വലി എന്താ പറയുക, കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ സംഭവം എന്നതിൽ മനസ്സിലാവും. അതായത് ഡ്യൂറിങ് ഡ്രൈവിംഗ് ടെമ്പറേച്ചർ ഓഫ് ടയർ ആസ് വെൽ ആസ് ദ എയർ ഇൻസൈഡ് ഇറ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയർ ആൻഡ് ദ റോഡ്. നമ്മൾ ഇങ്ങനെ നമ്മളെ നാഷണൽ ഹൈവേ എന്നല്ല, നമ്മളെ കുണ്ടും കുഴിയിൽ നമ്മളെ നോർമൽ സാധാരണ എന്താ പറയുക തല്ലിപ്പൊളി റോഡാണ്. കാറിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്രിക്ഷൻ, ലോസ് ഓഫ് മോഷൻ നല്ലോണം പഠിച്ച ആൾക്കറിയാം. ഈ പറയുന്ന റോഡിൻ്റെ ഫ്രിക്ഷനെ നമ്മൾ ടയറിൻ്റെ തമ്മിലൊരു നല്ല ഫ്രിക്ഷൻ ആക്കുന്നുണ്ട്. ഈ ഫ്രിക്ഷൻ കാരണം ഈ കാരണം എന്താ ഒരു ടെമ്പറേച്ചർ എന്താ പറയുന്നത് ഇൻക്രീസ് ആകുന്നുണ്ട്. അത് ഫ്രിക്ഷൻ ഒരു ഒരസൽ വരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇങ്ങനെ റൗണ്ടിൽ പോകുന്ന സാധനം ഒന്നുകൊണ്ട് ഒരു ഒരസൽ വരുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ ഒരു സ്പാർക്ക് വരുന്നുണ്ട്, ലൈക്ക് ഒരു ഹീറ്റ് വരുന്നുണ്ട്, അവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോൾ എന്താ ഇറ്റ് ഇൻക്രീസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് ആസ് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വോളിയത്തിൽ മാറ്റമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 100 വോളിയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ 100 തന്നെയായിരിക്കും നിൽക്കുന്നത്. ആ പറയുന്ന വോളിയം എന്ന് പറയുന്നത് നമ്മൾ ടയറിൻ്റെ ഉള്ളിലുള്ളത്. ദെയർഫോർ അക്കോർഡിംഗ് ടു ചാൾസ് ലോ SLC കെമിസ്ട്രി എന്നാണ് നമ്മളെ ഈ വോളിയം കോൺസ്റ്റൻ്റ് നമ്മൾ എന്താ പഠിച്ചത്, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഫ്രിക്ഷൻ കാരണം എന്താ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ പ്രഷറും കൂടും. ഇത് ആക്ച്വലി ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫ്രിക്ഷൻ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, അത് കൂടുമ്പോൾ എന്തായും പ്രഷറും കൂടുക. ഈ റിലേഷൻ ഏതാ, ചാൾസിലോ ഈ റിലേഷൻ ആയിരുന്ന ഫ്രിക്ഷൻ്റെ പ്രകാരം എയർ പ്രഷർ ഇൻക്രീസസ് ഇൻ ടയേഴ്സ് ഡ്യൂറിങ് ഡ്രൈവിംഗ്. ദിസ് ഇസ് വൈ. ഇതിപ്പോൾ എന്താ നമ്മളെ ഫ്രിക്ഷനും നമ്മളെ ടയറും തമ്മിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തുണ്ടാകുന്നുണ്ട്, നമ്മളെ ടയറും റോഡും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നുണ്ട്. ആ ഇൻക്രീസ് നമ്മൾ ചാൾസ് ലോൻ്റെ അക്കോർഡൻസിലാവുമ്പോൾ പ്രഷർ കൂടി ഇൻക്രീസ് ആവും. സോ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ആരല്ലോ, ചാൾസ് ലോ. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, ദ ക്ലൈമറ്റ് ഓഫ് എ ഹാർബർ ടൗൺ ഇസ് മോർ ടെമ്പറേറ്റ് ദൻ ദാറ്റ് ഓഫ് എ ടൗൺ ഇൻ എ ഡെസേർട്ട് അറ്റ് സെയിം ആൽറ്റിറ്റ്യൂഡ്. നമ്മളെ ഹാർബർ ടൗൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ സമുദ്രത്തിനോടെല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു പ്രദേശമോ എന്തായിരിക്കും കൂടുതൽ ടെമ്പറേറ്റ് ആയിരിക്കും ഏത് ടൗണിനെക്കാട്ടും. നമ്മൾ ഡെസേർട്ടിലൊക്കെ നല്ല ഹോട്ടായിട്ടുള്ള ഡെസേർട്ട് അത്. പക്ഷേ ഇവിടുത്തെ എന്നാൽ രണ്ട് സെയിം ഹൈറ്റിലല്ലേ, ഈ
ഇത് നമ്മളെന്താ പറയുക, മീനുകളൊക്കെ നമ്മൾ ഈ ഹാർബർ, നിങ്ങൾ എവിടെയോ നമ്മളെ കുഞ്ഞിപ്പള്ളിയെല്ലാം പോകുന്ന വഴിക്ക് ഒരു ഹാർബർ ഉണ്ട്, നമ്മളെ മീനിൻ്റെ എല്ലാം നമ്മൾ ബൾക്കായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം, നമ്മൾ കടലിനോട് അടുപ്പിച്ചിട്ട്. അതും ഒരു അതായത് ഒരു 100 മീറ്റർ എബൌട്ട് ദ എന്താണ് സീ ലെവലും. ഈ പറയുന്ന ഡെസേർട്ട് അങ്ങാനിൽ ഡെസേർട്ടും എന്താ 100 മീറ്റർ എബൌട്ട് ദ സീ ലെവലാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഹൈറ്റ് സെയിമോ, പക്ഷേ ഇയാൾ കൂടുതൽ ടെമ്പറേറ്റ് ആണ്, ഇയാൾ ഡെസേർട്ടിലില്ല ടൗൺ ആക്കട്ടെ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, ഇൻ എ ഹാർബർ ടൗൺ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മോർ ദെൻ ദ ഡെസേർട്ട്. ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മറ്റേ നമ്മളെ ഇതിലില്ല, നമ്മളെ എയറിലില്ല ഒരു മോയ്സ്ചർ കണ്ടൻറ്റ്, അതിനാണല്ലോ നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ആ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ് റിലേറ്റീവായിട്ട്, അതായത് ഇയാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ഡെസേർട്ട് ടൗണിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നത്. ദെയർഫോർ ഈ ഒരൊറ്റ സെൻറ്റൻസ് ചെയ്താൽ മതി, ദെയർഫോർ ദ ക്ലൈമറ്റ് ഓഫ് എ ഹാർബർ ടൗൺ ഇസ് മോർ ടെമ്പറേച്ചർ ദെൻ ദ ഓഫ് എ ടൗൺ ഇൻ എ ഡെസേർട്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എവിടെ നിങ്ങൾ കടലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ നല്ല ചൂടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അതെന്തുകൊണ്ടാണ്? അവിടെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സണ്ണ് നമ്മളിവിടെ ഇതിപ്പം കടലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വാട്ടർ ഇവാപ്പറേഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഈ പറയുന്ന എയറിൽ എന്തിനും പറയാം, നമ്മളെ അറ്റ്മോസ്ഫിയറിൽ എന്ത് കൂടും, ഈ മോയ്സ്ചർ കണ്ടന്റ് കൂടും, കൂടുതൽ എയർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ എന്തോ ഇതിന് മോയ്സ്ചർ കൂടുമ്പോൾ ഹ്യൂമിഡിറ്റിയും കൂടും. ഹ്യൂമിഡിറ്റി കൂടുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ബീച്ചിലെല്ലാം പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ചൂട് പോകുന്നത്, ഒരു ചൂട് അനുഭവപ്പെടും. നിങ്ങൾ ഉച്ച സമയത്തെല്ലാം ബീച്ചിൽ പോയിനൊന്നും അറിയില്ല, എന്നാ പിടിച്ച് വെക്കാനല്ല, അത്രയും ഇതായിരിക്കും. പക്ഷേ നമ്മൾ അതേസമയം ഒരു ഡെസേർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ചൂടുണ്ടാവില്ല. ചൂട് ഡെസേർട്ട് ആയതുകൊണ്ട് ഭയങ്കര കോൾഡാണ്, അന്റാർട്ടിക്ക പോലെ എന്നല്ല പറഞ്ഞായിരുന്നു. പക്ഷേ എന്തായിരിക്കും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ പറയുന്ന കടലിനോടെല്ലാം ചേർന്ന പ്രദേശം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെസേർട്ടിൽ കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ആൻസർ. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്താൽ മതി, ഇൻ എ ഹാർബർ ടൗൺ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മോർ ദാൻ ഇൻ ദ ഡെസേർട്ട് ടൗൺ. ഒറ്റ സെൻറ്റൻസ് 2 മാർക്ക് കിട്ടിക്കോളും. ഇതെല്ലാം 2 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ചോദിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കാര്യം ഗോവിന്ദയായി. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തായിരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യന്, ഇത് നമ്മളെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പിന്നെയും കുറച്ച് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്യാൻ എ സിസ്റ്റം ബി ഹീറ്റഡ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻറ്റ്? സിസ്റ്റത്തിന് നമുക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ട് പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിൽക്കാൻ പറ്റുമെന്നില്ല. അതെന്തൊരു, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ആക്ച്വലി പോസിബിൾ ആണോ? അല്ലെങ്കിൽ അറിയില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂടുതൽ ഹീറ്റ് എന്താ പറയുക കൊടുക്കുന്ന സമയത്ത്, ചൂട് കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ മാറുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ? യെസ്, ദിസ് ഈസ് പോസിബിൾ വെൻ ദ എൻറ്റയർ ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ എക്സ്പാൻഷൻ വർക്കിംഗ് അഗെയിൻസ്റ്റ് ദ സറൗണ്ടിങ്സ്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എക്സ്പാൻഷനിൽ നമ്മുടെ സിസ്റ്റത്തിന് എക്സ്പാൻഡ് ചെയ്യണം, അതായത് സറൗണ്ടിങ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു ഐഡിയൽ കണ്ടീഷൻ ആക്ച്വലി നടക്കൂല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു 100% ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക ഒരു 90% നമ്മൾ എന്തായിട്ട് മാറുന്നില്ലോ, ഈ എക്സ്പാൻഷനിൽ പോകുന്നില്ല. ബാക്കി ഒരു 10% ലോസ് ആയിട്ട് എവിടെ പോകുന്നുണ്ട്, ഹീറ്റ് ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഐഡിയൽ കണ്ടീഷനാണ്. ലൈക്ക് നോർമലായിട്ട് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഐഡിയൽ എന്നെല്ലാം പറയുമ്പോൾ വളരെ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് കണ്ടീഷനായത്. പെർഫെക്റ്റ്, പക്ഷേ ആരും പെർഫെക്റ്റ് അല്ലല്ലോ, മനുഷ്യന്മാരും പെർഫെക്റ്റ് അല്ല, അതേപോലെ സിസ്റ്റവും പെർഫെക്റ്റ് അല്ല. ഇതിപ്പോൾ ഒരു 95% ആണ്, 5% എന്നാലും ഒരു എറർ ഉണ്ടാവും, 5% എന്നാലും ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി റിയൽ ലൈഫിൽ നടക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് നമുക്ക് ഇമാജിനേഷനിൽ നമുക്ക് എന്തെല്ലാം പറയാം, ഞാൻ സൂര്യകിരൺ സിക്ക് പറക്കാൻ പറ്റും, സ്പൈഡർമാൻ ആവാൻ പറ്റും, മറ്റേ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടെല്ലാം ചാടിപ്പോടി പോകാൻ പറ്റും, എനിക്ക് എന്ത് വേണമെങ്കിൽ വിചാരിച്ചോളൂ. അതെൻ്റെ മൈൻഡിൻ്റെ ഒരു ഫ്രീഡമാണ്, എനിക്ക് എന്ത് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഇത് പോസിബിളാണ്, നമ്മുടെ മൈൻഡ് വെച്ച് വിചാരിക്കുമ്പോൾ. ദിസ് ഈസ് പോസിബിൾ വെൻ ദ എൻറ്റയർ ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ എക്സ്പാൻഷൻ. ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇത് നോക്കി നോക്കിയാൽ, ഇഫ് റെഫ്രിജറേറ്ററിൻ്റെ ഡോർ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ വിൽ ദ റൂം ബി, ഇത് ആക്ച്വലി ഡിലീറ്റഡ് ആണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാനാവില്ല. ഇത് ആക്ച്വലി എക്സ്ക്യൂസ് അല്ല, ദിസ് ഇസ് നോട്ട് എക്സ്ക്യൂസ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എഴുതണം നിർബന്ധമായിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രീസറോ അല്ലെ ഫ്രിഡ്ജ് ഏതെങ്കിലും ഒരു ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂം മൊത്തം കോൾഡായി പോവാം. നിങ്ങൾ ആലോചിച്ചാൽ അത് ആക്ച്വലി അങ്ങനെ ഒരു കേസ് പോസിബിൾ ആണോ? നമ്മൾ ക്യൂരിയോസിറ്റിയിലല്ലേ ചിന്തിക്കണം. ഫിസിക്സ് ചിന്തിക്കുമ്പോൾ ക്യൂരിയോസിറ്റി ചിന്തിക്കുക. ആ പറയുന്ന ഡോറ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ മൊത്തം മറ്റേ കോൾഡ് എയർ പുറത്തേക്ക് വന്നിട്ട് നമ്മളെ മൊത്തം മറ്റേ അന്നേരം ഐസ് കണ്ടീഷൻ, അതായത് ഭയങ്കര തണുത്ത് വറുക്കുന്ന അവസ്ഥയിലായി പോകാം. നമ്മൾ കംപ്ലീറ്റ് ആ കിച്ചണിലെ പൊതുവെ ഫ്രിഡ്ജ് വെക്കല്. നിങ്ങളെ വീട്ടിലെല്ലാം ഏത് റൂമിലെ കിച്ചൺ വെക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ വീട്ടിലെല്ലാം കിച്ചണിലാണ് വെക്കല്. അപ്പോൾ കിച്ചൺ മൊത്തം ഐസ് നമ്മളെ AC ഇട്ട് പോലത്തെ സ്ഥിതിയായി പോകുന്നില്ല, നമുക്ക് അറിയണ്ടേ. If the temperature door is kept open, refrigerator door is kept open, then the room will become hot because amount of heat removed would be less than the amount of heat released in the room. അതായത് എന്ത് സംഭവിക്കും, നമ്മൾ നേരെ റിവേഴ്സാണ് നടക്കുക. ആ റിഫ്രിജറേറ്റർ ഡോർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ തണുപ്പ് അനുഭവപ്പെടുന്നതിന് പകരം കൂടുതൽ ചൂടായി പോകും റൂം.
അതെന്തുകൊണ്ട് കാരണം റൂം വിൽ ബിക്കം മോർ ഹോട്ട് ബിക്കോസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ്ഡ്. നമ്മൾ പുറത്തേക്ക് വിടുന്ന അതായത് ഹീറ്റ് എന്താവും ഈ പറഞ്ഞ ഇത് നമ്മൾ റൂമിലേക്ക് റിലീസ് ചെയ്യുന്ന ഹീറ്റിനെക്കാട്ടും കൂടുതൽ എന്തായി വരും, നമ്മൾ കൂടുതലായിട്ട് ഏത് വരും, നമ്മൾ എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ്ഡ് അതിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റി ഏതിനെക്കാട്ടും കൂടിപ്പോവും, നമ്മളെ റൂമിലേക്ക് റിലീസ് ചെയ്യുന്ന ഹീറ്റിനെക്കാട്ടും. അങ്ങനെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ എന്തായാലും റൂം എന്തായി ഇപ്പോൾ ഹോട്ടായി. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കുക, ഇഫ് എ റെഫ്രിജറേറ്റർ ഡോർ ഇസ് കെപ്റ്റ് ഓപ്പൺ ദെൻ ദ റൂം വിൽ ബിക്കം ഹോട്ട്, മോർ ഹോട്ട് ബിക്കോസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ്ഡ് വുഡ് ബി ലെസ് ദെൻ, അല്ല ആക്ച്വലി ഞാൻ പറഞ്ഞ മാറിപ്പോൾ അല്ലേ, ഈ ഹീറ്റ് റിലീസ്ഡ് ഇൻ റൂം വിൽ ബി മോർ ദെൻ, കഴിഞ്ഞ എന്താ പറയുക പറഞ്ഞു പോയതെന്ന് പറയുക ലെസ് ദെൻ എന്ന് പറയുക, ഇത് ആക്ച്വലി മോർ ദെൻ ആണ്. നമ്മളെ റൂമിലേക്ക് വരുന്ന ഈ പറഞ്ഞ ഹീറ്റ്, അതായത് ഇതിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്തിനേക്കാളും കൂടിപ്പോവും, ഈ എമൗണ്ട് നമ്മളെ ഹീറ്റ് കുറഞ്ഞ്, അതായത് അത് റിലീസ് ആവുന്നത്, റിലീസ് എന്ന് പറയുന്നത് നമ്മളെ റിമൂവ് ആവുന്നത്, അത് കംപ്ലീറ്റ് അതിൽ നിന്ന് പോകുന്നതിനെക്കാട്ടും നമ്മളെ റൂമിൽ ഈ പറയുന്ന ഹീറ്റ് അത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിന് പകരം കൂടുതൽ എന്ത് വരും, ഹീറ്റ് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഹീറ്റിൻ്റെ റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ആ ക്യൂ എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റി ഏതിനെക്കാട്ടും കൂടുതലായിരിക്കും ഇതിന്ന് പുറത്താക്കപ്പെടുന്ന ഹീറ്റിൻ്റെ എന്താണ്, ആ പുറത്താക്കപ്പെടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഹീറ്റ് ആക്ച്വലി നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു കോൾഡ് പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നത്. പക്ഷേ എന്തായിപ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോർ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എന്ത് വരും, ഹീറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ എലിമിനേറ്റ് ആയിപ്പോകുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അപ്പോൾ അവിടെ റൂം കൂടുതൽ ചൂടായിപ്പോൾ വുഡ് ബി ലെസ് ദെൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ഇൻ ദ റൂം. അതായിരിക്കും ആ ക്വസ്റ്റ്യൻ ആൻസർ. അതേപോലെ ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് വിത്തൗട്ട് ആഡിങ് ഹീറ്റ് ടു ഇറ്റ്, എക്സ്പ്ലെയിൻ. ഇനി അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം പക്ഷേ ഹീറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ എന്താ വ്യത്യസ്തമായിട്ട് കണ്ടത്, ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഹീറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ ചോദിക്കുന്നത്, ഹീറ്റ് ആഡ് ചെയ്യാണ്ട് ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും. വല്ലാത്ത ചോദ്യങ്ങളല്ല, വല്ലതും വെറൈറ്റി ചോദ്യങ്ങളാണ്. എക്സ്പ്ലെയിൻ. യെസ്, അങ്ങനെ ഒരു കണ്ടീഷൻ പറ്റും. ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ് എനിക്ക് തോന്നുന്നത്. ഡ്യൂറിങ് അഡിയബാറ്റിക് കംപ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വൈൽ നോ ഹീറ്റ് ഇസ് ഗിവൺ ടു ഇറ്റ്. ഇൻ അഡിയബാറ്റിക് കംപ്രഷൻ DQ = 0, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അല്ല ചേഞ്ച് ഇൻ ഹീറ്റ്, ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് ആണല്ലോ, ചേഞ്ച് ഇൻ ഹീറ്റ് ഇസ് 0. അപ്പോൾ അവിടെ ചേഞ്ച് ഒന്നും നടക്കുന്നില്ല, ഹീറ്റ് ഒന്നും മാറുന്നില്ല. ഫ്രം ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് DU = അതായത് U = Q + W എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് DU = DQ - DW. അപ്പോൾ ഈ സാധനം ആക്ച്വലി 0 ആയിപ്പോയി, ലൈക്ക് ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ എന്താ DU = -DW. അപ്പോൾ എന്താ ഇൻ കംപ്രഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്, വർക്ക് ഈസ് ഡൺ ഇസ് നെഗറ്റീവ്. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാ, ദെയർഫോർ DU is പോസിറ്റീവ്. ഹെൻസ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ് ഇൻക്രീസ് ഡ്യൂ ടു വിച്ച് ഇസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, ഇയാൾ 0 ആയി കഴിഞ്ഞാൽ ഇയാൾ 0 അല്ല, ഈ വർക്ക് ഡൺ 0 അല്ല, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് 0 അല്ല, ഇവിടെ ഒരു നെഗറ്റീവ് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റേർണൽ എനർജി പോസിറ്റീവായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ എന്താ ഇൻറ്റേർണൽ എനർജി കൂടുന്ന സമയത്ത് ഇൻറ്റേർണൽ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി കൂടുന്ന സമയത്ത് എന്തും കൂടും, ടെമ്പറേച്ചറും കൂടും. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതി കൊടുക്കുക, ഈ കണ്ടീഷൻ എഴുതി കൊടുക്കുക. യെസ്, ഡ്യൂറിങ് അഡിയബാറ്റിക് കംപ്രഷൻ ഗ്യാസ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വൈൽ നോ ഹീറ്റ് ഇസ് ഗിവൺ ടു ഇറ്റ്. DQ = 0 എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തിട്ട് DU = -DW എന്ന് ഇത്ര എഴുതി കൊടുത്താൽ മതി. 2 മാർക്ക് സുഖസുന്ദരമായിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റൻ ആയത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠത്തിലല്ലോ, ഈ പാഠം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. അധികം ക്വസ്റ്റ്യൻസ് വരാത്ത ചാപ്റ്ററാണ്, പക്ഷേ അധികം ട്രിക്കി ആയിട്ട് കോൺസെപ്റ്റ് ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടില്ല നിങ്ങൾ, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനാവില്ല. നമ്മൾ പൊതുവെ നോർമലായിട്ട് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഇങ്ങനെ വായിച്ച് വരുന്നതിനെക്കാട്ടും നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. നമ്മൾ സ്വന്തമായിട്ട് ആ പറയുന്ന കഥയിലേക്ക് പ്രവേശിച്ചിട്ട് ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ആ പറയുന്ന റൂമിൽ, ആ കിച്ചണിൽ പ്രവേശിച്ചിട്ട് നമ്മൾ ആ ഡോറ് തുറക്കുക, എന്നിട്ട് നമ്മൾ നോക്കുക, ഒബ്സർവ് ചെയ്യുക എന്താ സംഭവിക്കുന്നത്. ഞാൻ ഇപ്പോൾ പോവുകയാണെങ്കിൽ എൻ്റെ കിച്ചണിൽ പോയി ഡോറ് തുറന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, എന്താ പറയുക, റൂം ചൂടാവോ അല്ലെങ്കിൽ കിച്ചൺ ചൂടാവോ അല്ലെങ്കിൽ കിച്ചണ് തണുത്തുവോ, എന്താ ശരി, ഞാനത് ഒബ്സർവ് ചെയ്തിട്ട് എൻ്റെ ഒബ്സർവേഷൻ ഞാൻ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ നമ്മൾ ബ്രെയിൻ ചിന്തിക്കണം, എന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനാവും. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാനല്ലോ. അപ്പോൾ കാണാം അടുത്ത പാഠത്തിൽ.